9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 180ാമത്തെ പേജിലെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം. ഇൻ ഓൾ റെക്ടാംഗിൾസ് വിത്ത് one side 1 centimeter less than the other, denote the length of the shortest side as x centimeters. എന്താണ് ചോദ്യം? ഒരു വശത്തിന്റെ നീളം മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 1 സെന്റിമീറ്റർ കുറവായ ചതുരങ്ങളിൽ ചെറിയ വശത്തിന്റെ നീളം x സെന്റിമീറ്റർ എന്നെടുക്കുക. Denote their perimeter as p of x centimeters and write the relation between x and p of x as an equation. ഇവയുടെ ചുറ്റളവുകൾ p of x സെന്റിമീറ്റർ എന്നെടുത്ത് x, p of x ഇവ തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ ചോദ്യം തന്നെ. Denote their areas as a of x square centimeters and write the relation between x and a of x as an equation. ഇവയുടെ പരപ്പളവുകൾ a of x ചതുരശ്ര സെന്റിമീറ്റർ എന്നെടുത്ത് x, a of x ഇവ തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതുക. മൂന്നാമത്തെ എന്താ? Compute p of 1, p of 2, p of 3, p of 4 and p of 5. Do you see any pattern? ഏതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? p of 1, p of 2, p of 3, p of 4, p of 5 ഇവ കണക്കാക്കുക. എന്തെങ്കിലും ക്രമം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Compute a of 1, a of 2, a of 3, a of 4, a of 5. Do you see any pattern? ഇതുപോലെ തന്നെ ഏതൊക്കെ കണ്ടുപിടിക്കണം? a of 1 വേണം, a of 2 വേണം, a of 3 വേണം, a of 4 വേണം, a of 5 വേണം. ഇതിനകത്ത് എന്തെങ്കിലും ക്രമം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം. എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് p of x എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സും p of x തമ്മിലുള്ള റിലേഷൻ അല്ലെ കണ്ടുപിടിക്കേണ്ടത്. p of x എന്താ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് അല്ലെ. എക്സോ ചെറിയ സൈഡ് x ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്ററും ഒരു സൈഡും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യുന്നത്? ഇത് രണ്ടും അടങ്ങിയിട്ടുള്ള ഇക്വേഷൻ ഏതാ? പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെയാ അല്ലെ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്നാ? p that is equal to perimeter that is equal to 2 into l plus b അല്ലെ. 2 into l plus b. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതിയാലോ. റെക്ടാങ്കിളിന്റെ ചെറിയ വശം തന്നിട്ടുണ്ട് അല്ലെ. ഷോർട്ടസ്റ്റ് സൈഡ് x സെന്റിമീറ്റർ ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് സൈഡ് x സെന്റിമീറ്റർ, ചെറിയ വശം നമുക്ക് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം അല്ലെ. അതായത് b that is equal to x. ഇനി വലിയ വശം അതായത് ലെങ്ത് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ചെറിയ വശം x സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 1 സെന്റിമീറ്റർ കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ വശം എത്രയായിരിക്കും? ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പോൾ വലിയ വശം എത്രയായിരിക്കും? x plus 1 ആയിരിക്കും അല്ലെ. അപ്പോഴല്ലേ ഇവ തമ്മിലുള്ള വ്യത്യാസം 1 സെന്റിമീറ്റർ ആകുന്നത്. ചെറിയ വശം x, വലിയ വശം x-നെ കഴിഞ്ഞും 1 വ്യത്യാസം അല്ലെ. അതായത് x plus 1. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാലോ. പെരിമീറ്റർ എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? p of x അല്ലെ. p of x that is equal to പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? 2 into l plus b അല്ലെ. 2 into ലെങ്ത് എത്രയാണ്? x plus 1 അല്ലെ. x plus 1 പ്ലസ് ബ്രെഡ്ത്ത് വീതി അത് x ആയിട്ട് എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. x that is equal to ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 2 into x plus x 2x അല്ലെ. 2x plus 1 that is equal to ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2 into 2x 4x അല്ലെ. 4x plus 2 into 1 2. അതായത് പെരിമീറ്ററും ഒരു വശവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്തായിട്ട് കിട്ടി? p of x that is equal to 4x plus 2 എന്ന് കിട്ടി അല്ലെ. 4x plus 2. അടുത്ത രണ്ടാമത്തത്. Denote their areas as a of x. ഏരിയ ഏതായിട്ട് എടുക്കണം? a of x ആയിട്ട് എടുക്കണം. അതിനുശേഷം എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സും a of x തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം അല്ലെ. എക്സ് അതായത് ഒരു സൈഡിന്റെ ലെങ്തും ഏരിയയും അടങ്ങുന്ന ഇക്വേഷൻ ഏതാ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയല്ലേ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഏരിയ a that is equal to lb ചെയ്താൽ പോരെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് x, ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ x plus 1. ബ്രെഡ്ത്ത് that is equal to x, ലെങ്ത് that is equal to x plus 1. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ ഏതായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? a of x ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് a of x that is equal to ലെങ്ത് x plus 1 അല്ലെ. x plus 1 into breadth x that is equal to
ഈ ബ്രാക്കറ്റ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ബ്രാക്കറ്റിനുള്ളിലെ ഓരോ സംഖ്യയും പുറത്തെ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അടുത്ത് 1 ഇൻറ്റു എക്സ് അല്ലെ പ്ലസ് എക്സ്. അപ്പോൾ എ ഓഫ് എക്സ് അതായത് ഏരിയയും ഒരു സൈഡും തമ്മിലുള്ള റിലേഷൻ കിട്ടിയോ? എന്താണ്? എ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? കമ്പ്യൂട്ട് പി ഓഫ് വൺ കണ്ടുപിടിക്കണം അല്ലെ? പി ഓഫ് എക്സ് എന്താണ്? 4x plus 2. P of x that is equal to 4x plus 2. എന്തൊക്കെ കണ്ടുപിടിക്കണം? P of 1 കണ്ടുപിടിക്കണം അല്ലെ? P of 1 അതായത് എക്സിന്റെ സ്ഥാനത്ത് എഴുതിട്ട് കൊടുക്കണം 1 ഇട്ട് കൊടുക്കണം. ഈക്വൽ ടു 4 into 1 അല്ലെ പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 1 4 തന്നെ അല്ലെ? 4 plus 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇനി P of 2 കണ്ടുപിടിക്കണ്ടേ? P of 2 that is equal to എക്സിന്റെ സ്ഥാനത്ത് എഴുതിട്ട് കൊടുക്കണം 2 ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പോൾ 4 into 2 plus 2 that is equal to 4 into 2 8 plus 2 that is equal to 10 അല്ലെ? അടുത്ത P of 3 that is equal to എക്സിന്റെ സ്ഥാനത്ത് എഴുതിട്ട് കൊടുക്കണം 3 ഇട്ട് കൊടുക്കണം അല്ലെ? 4 into 3 plus 2 that is equal to 4 into 3 12 അല്ലെ? 12 plus 2 that is equal to 14. അടുത്ത P of 4 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? P of 4 that is equal to എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കണം. 4 into 4 plus 2 that is equal to 4 into 4 16 plus 2 that is equal to എത്ര കിട്ടും? 18 കിട്ടും അല്ലെ? 18. അടുത്ത P of 5 അല്ലെ? അതായത് ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കണം. P of 5 that is equal to 4 into x അതായത് 4 into 5 plus 2 അല്ലെ? plus 2 that is equal to 4 into 5 20 plus 2 that is equal to 22 കിട്ടും. 22. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡു യു സീ എനി പാറ്റേൺ? ഏതെങ്കിലും ക്രമം ഇതിനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. P of 1 എത്ര കിട്ടിയത്? 6 കിട്ടി. P of 2 10 കിട്ടി അല്ലെ? P of 3 14, P of 4 18, P of 5 22 കിട്ടി അല്ലെ? എന്താ റിലേഷൻ വന്നിരിക്കുന്നത്? 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂട്ടിക്കൂട്ടിയിൽ എഴുതിയിരിക്കുന്നത് അല്ലെ? 4 plus 2 6, 8 plus 2 10, 12 plus 2 14. 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂട്ടിക്കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇക്വേഷനും അങ്ങനെ തന്നെയല്ലേ? 4x 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂട്ടാനുള്ള ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? 4ന്റെ എല്ലാ മൾട്ടിപ്പിളിന്റെയും കൂടെ 2 കൂട്ടിയാണ് നമുക്ക് പെരിമീറ്റർ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം 6 10 14 18 അങ്ങനെയല്ലേ പ്രയോഗിക്കുന്നത്? അതായത് 4 കൂടിയാണ് വന്നിരിക്കുന്നത്. ഈച്ച് പെരിമീറ്റേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 4 centimeters. അടുത്ത നാലാമത്തത് കമ്പ്യൂട്ട് A of 1 A of 2 A of 3 അങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? A of x എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അതായത് ഏരിയകൾ എങ്ങനെ എഴുതാം? A of x is equal to എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് എഴുതത്തില്ലേ? നാലാമത്തെ ചോദ്യം അല്ലെ? A of x that is equal to എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A of 1 കണ്ടുപിടിക്കണം അല്ലെ? A of 1 that is equal to എക്സിന്റെ സ്ഥാനത്ത് 1 എഴുതിയാ പോരെ? അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ അതായത് 1ന്റെ സ്ക്വയർ അല്ലെ? 1ന്റെ സ്ക്വയർ പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? 1 തന്നെ എഴുതണം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 പ്ലസ് 1 2 കിട്ടും അല്ലെ? 2. അടുത്ത A of 2 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് എഴുതിക്കണം 2 എഴുതിക്കണം അല്ലെ? അതായത് എക്സിന്റെ സ്ക്വയർ അതായത് 2ന്റെ സ്ക്വയർ അല്ലെ? 2ന്റെ സ്ക്വയർ പ്ലസ് എക്സ് അതായത് ഇവിടെ എന്ത് എഴുതണം? 2 എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 പ്ലസ് 2 6 എന്ന് കിട്ടും അല്ലെ? അടുത്തത് A of 3 that is equal to എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അല്ല ഇക്വേഷൻ? എക്സിന്റെ സ്ഥാനത്ത് 3 എഴുതണം അല്ലെ? എക്സ് സ്ക്വയർ അതായത് 3ന്റെ സ്ക്വയർ പ്ലസ് എക്സ് അതായത് 3 that is equal to 3ന്റെ സ്ക്വയർ എത്രയാ? 9 പ്ലസ് 3 12 കിട്ടും അല്ലെ? 12. അടുത്ത A of 4 that is equal to 4 സ്ക്വയർ പ്ലസ് 4 അല്ല കിട്ടുന്നത്? 4 സ്ക്വയർ പ്ലസ് 4 4 സ്ക്വയർ 16 പ്ലസ് 4
20 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അടുത്ത a of 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 5 അല്ലേ? 5 സ്ക്വയർ പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ 25 അല്ലേ? 25 പ്ലസ് 5 30. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതെങ്കിലും പാറ്റേൺ ഇതിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? a of 1 2 കിട്ടി, a of 2 6 കിട്ടി, a of 3 12 കിട്ടി, a of 4 20 കിട്ടി അല്ലെ? ഇതിനെന്തെങ്കിലും ക്രമമുണ്ടോ? ഇവിടെ എത്രയൊക്കെ വെച്ചാ കൂടുന്നത്? x ആയിട്ട് 1 എടുത്തപ്പോൾ 2 കിട്ടി അല്ലെ? x ആയിട്ട് 2 എടുത്തപ്പോഴോ 6 കിട്ടി. അതായത് എത്രയാണ് കൂടിയത്? ഇവിടെ 4 ആണ് കൂടിയത്. 2 6 ആയി, അതായത് 4 ആണ് കൂടിയത്. അടുത്തത് 6 12 ആയി അല്ലെ? അതായത് എത്ര കൂടിയത്? 6 6 അല്ലേ 12, അതായത് 6 സെന്റിമീറ്റർ ആണ് കൂടിയത്. അടുത്ത 12 20 ആയി, അവിടെ എത്ര കൂടിയത്? 8 ആണല്ലേ കൂടിയത്. അടുത്ത 20 30 ആയി, അപ്പൊ എത്ര കൂടി? 10 കൂടി അല്ലെ? അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ. അതായത് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 തൊട്ടുള്ള ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളല്ല ഇൻക്രീസ് ചെയ്യുന്നത്. 4 കൂടി 6 കൂടി 8 കൂടി 10 കൂടി അങ്ങനെയല്ലേ? അതായത് ഈവൻ നമ്പേഴ്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് പറയാം ഏരിയ ഇൻക്രീസ്ഡ് ബൈ 4 6 8 10 എക്സെട്ര അല്ലെ? ലെങ്ത് മാറുമ്പോൾ 4 മുതലുള്ള ഈവൻ നമ്പേഴ്സ് ആണ് ഏരിയയിൽ ഇൻക്രീസ് ഉണ്ടാകുന്നത് അല്ലെ? അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് എ റെക്ടാംഗിൾ സ്മോൾ സ്ക്വയേഴ്സ് ഓഫ് ദ സെയിം സൈസ് ആർ കട്ട് ഓഫ് ആൻഡ് ദ ടാപ്സ് ആർ റൈസ്ഡ് അപ് ടു മേക്ക് എ ബോക്സ് ആസ് ഇൻ ദ പിക്ചർ ബിലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചതുരത്തിന്റെ 4 മൂലകളിൽ നിന്നും ഒരേ വലിപ്പമുള്ള ചെറു സമചതുരങ്ങൾ വെട്ടി മേലോട്ട് മടക്കി ഒരു പെട്ടി ഉണ്ടാക്കുന്നു. 7 സെന്റിമീറ്റർ ലെങ്തും 5 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാംഗിൾ ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചതുരമായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? അതിന്റെ 4 മൂലകളിൽ നിന്നും സെയിം വലിപ്പമുള്ള സമചതുരങ്ങൾ അല്ലെങ്കിൽ സ്ക്വയറുകൾ വെട്ടി മാറ്റി. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഭാഗങ്ങൾ മടക്കി ഒരു പെട്ടി ഉണ്ടാക്കി. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡിനോട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ് ആസ് x സെന്റിമീറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ 3 എഡ്ജസ് ഓഫ് ദ ബോക്സ് ഇൻ ടൈംസ് ഓഫ് x. വെട്ടിയെടുക്കുന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം x സെന്റിമീറ്റർ എന്നെടുത്ത് പെട്ടിയുടെ 3 അളവുകളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വെട്ടിയെടുത്ത സമചതുരത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ ആയിട്ട് എടുക്കേണ്ടത്? x സെന്റിമീറ്റർ ആയിട്ട് അല്ലെ? അതായത് ഇതാണല്ലോ വെട്ടിയെടുത്ത സമചതുരം. അപ്പോൾ അതിന്റെ ഒരു വശം എത്രയാണ്? x സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ x സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്, ഇവിടെയും x സെന്റിമീറ്റർ അല്ലേ? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ് അല്ലെ? അപ്പോൾ ഈ സ്ക്വയറിന്റെ 2 സൈഡും x സെന്റിമീറ്റർ വീതമാണ്. ഇവിടെ x സെന്റിമീറ്റർ ആണല്ലോ, x ഇവിടെ x സെന്റിമീറ്റർ, ഇവിടെ x സെന്റിമീറ്റർ അല്ലെ? കാരണം ഒരേ വലിപ്പമുള്ള സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം x സെന്റിമീറ്റർ. ഇനി ഈ പെട്ടിയുടെ എല്ലാ സൈഡുകളുടെയും ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടിയുടെ ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണല്ലോ. അതായത് ഓരോ ഭാഗവും മടക്കി വെക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു പെട്ടി ഉണ്ടാകുന്നത് അല്ലെ? അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടാകുന്നത്. ആ മടക്കിയിരിക്കുന്ന ഭാഗം ഏതാ? ഇവിടെ നിന്ന് ഇവിടം വരെ അല്ലെ? അല്ലെങ്കിൽ x സെന്റിമീറ്റർ ആണ് മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടിയുടെ ഒരു വശം അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? x സെന്റിമീറ്റർ അല്ലെ? x ഒരു സൈഡ്. ഇനി അടുത്ത ലെങ്ത് എത്രയാണ്? ഇവിടെ തൊട്ടല്ലേ പെട്ടിയുടെ ലെങ്ത് വരുന്നത്? ഇത്രയും ഭാഗമാണ് അല്ലെ പെട്ടിയുടെ ലെങ്ത് വരുന്നത്. അതായത് അത് ഈ പിക്ചറിൽ നിന്ന് ഒന്ന് കണ്ടെത്തിക്കേ. ഇവിടം തൊട്ട് ഇങ്ങനെ ഈ ഡോട്ട് ലൈൻ ഇട്ടിരിക്കുന്നതാണ് എന്ത്? പെട്ടിയുടെ ലെങ്ത് ആയിട്ട് വരുന്നത് അല്ലെ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത്. അപ്പോൾ ടോട്ടൽ 7 സെന്റിമീറ്റർ ആണ്. അതിനകത്തുനിന്ന് ഏതൊക്കെ കുറയ്ക്കണം? ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കുറയ്ക്കേണ്ടി വരും? ഇവിടെ ഒരു x ഉണ്ട് അല്ലെ? ഈ നീളം കുറയ്ക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലും ഈ നീളവും കുറയ്ക്കണ്ടേ? ഉള്ളിലത്തെ ഈ നീളം മാത്രമാണ് പെട്ടിയുടെ ലെങ്ത് ആയിട്ട് വരുന്നുള്ളൂ അല്ലെ? അപ്പോൾ 7 സെന്റിമീറ്റർ മുഴുവൻ നീളത്തിൽ നിന്ന് ഏതൊക്കെ കുറയ്ക്കണം? x അല്ലെങ്കിൽ 2x കുറയ്ക്കണം അല്ലെ? അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? പെട്ടിയുടെ ലെങ്ത് കിട്ടുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് എത്രയാണ്? 7 മൈനസ് 7ൽ നിന്ന് അല്ലെങ്കിൽ മുഴുവൻ ലെങ്തിൽ നിന്ന് 2x സബ്ട്രാക്ട് ചെയ്യണം. രണ്ട് വശത്തെയും ആ ചെറിയ സമചതുരത്തിന്റെ ലെങ്ത് അല്ലെ? 2x സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? അതായത് ഈ വശത്തിന്റെ ലെങ്ത് അല്ലെ? ഈ റെക്ടാംഗിളിൽ ആ വശം ഏതായിട്ട് വരും? ഇവിടെ നിന്നുള്ള നീളം അല്ലെ? ഇത്രയും ഈ ഡോട്ട് ലൈൻ ഇട്ടിരിക്കുന്നതാണ് പെട്ടിയുടെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത് അല്ലെ? ഈ നീളം നോക്കിക്കേ. ടോട്ടൽ ഈ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ അല്ലെ?
5 സെന്റിമീറ്ററിൽ നിന്ന് ഏതൊക്കെ കട്ട് ചെയ്ത് കളയണം? ഇവിടെ ഒരു സമയത്തിനും അല്ലെങ്കിൽ സ്ക്വയർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എക്സ് സെന്റിമീറ്റർ. ഇവിടെയും എക്സ് സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഉള്ളിലെ അളവ് മാത്രം നമുക്ക് പോരെ. അതായത് 2x കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ. അതായത് ടോട്ടൽ ബ്രെഡ്ത്ത് ആയ 5 സെന്റിമീറ്ററിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 2x സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അതായത് അടുത്ത സൈഡ് എന്തായിട്ട് വരും? 5 മൈനസ് 2x ആയിട്ട് വരും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിനോട്ട് ദ വോളിയം ഓഫ് ദ ബോക്സ് ആസ് v of x cubic centimeters and write the relation between x and v of x as an equation. പെട്ടിയുടെ വ്യാപ്തം എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? v of x ഘന സെന്റിമീറ്റർ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കണം? എക്സും v of x തമ്മിലുള്ള ബന്ധം സമവാക്യമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പെട്ടിയുടെ ഒരു സൈഡും പെട്ടിയുടെ വ്യാപ്തവും അല്ലെങ്കിൽ വോളിയവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ പോരെ. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? വോളിയം ഈക്വൽ ടു LBH ആണല്ലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. വോളിയം നമ്മളോട് എങ്ങനെ ഡിനോട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? v of x ആയിട്ട് ഡിനോട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് v of x ഈക്വൽ ടു ലെങ്ത്. ഇതിനകത്ത് ലെങ്ത് ഏതാണ്? ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് അല്ലെ. അതായത് 7 മൈനസ് 2x 7 മൈനസ് 2x ഇൻറ്റു ഇനി ബ്രെഡ്ത്തോ? ഈ നീളമല്ലേ ബ്രെഡ്ത്ത്. അതായത് 5 മൈനസ് 2x 5 മൈനസ് 2x ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയായിരുന്നു? x സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. ഇൻറ്റു x ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യണം? ഈ രണ്ട് ബ്രാക്കറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോ സംഖ്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഓരോന്ന് ചെയ്ത് നോക്കിയാലോ. 7 ഇൻറ്റു 5 35 അല്ലെ. 35 7 ഇൻറ്റു മൈനസ് 2x മൈനസ് 14x അല്ലെ. മൈനസ് 14x. അടുത്ത മൈനസ് 2x ഇൻറ്റു 5 മൈനസ് 10x അല്ലെ. മൈനസ് 10x മൈനസ് 2x ഇൻറ്റു മൈനസ് 2x മൈനസ് മൈനസും പ്ലസ് ആകും അല്ലെ. അപ്പോൾ എന്ത് കിട്ടും? 4x സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. പ്ലസ് 4x സ്ക്വയർ. ഇനി അതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിനകത്ത് ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇൻറ്റു എക്സും കൂടെ ചെയ്യണം അല്ലെ. ഇൻറ്റു എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ? ഇതിനകത്ത് നോക്കിക്കേ, ബ്രാക്കറ്റിനുള്ളിൽ തന്നെ രണ്ട് എക്സിന്റെ ടേംസ് ഉണ്ട് അല്ലെ. അപ്പോൾ അത് രണ്ടും കൂടെ സോൾവ് ചെയ്യത്തില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് 14x മൈനസ് 10x എന്ത് കിട്ടും? ആ മൈനസ് 24x എന്ന് കിട്ടും അല്ലെ. മൈനസ് 24x ദെൻ പ്ലസ് 4x സ്ക്വയർ ഇൻറ്റു എക്സ്. ഇനി എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിനുള്ളിൽ ഓരോ സംഖ്യനെയും ഏതുകൊണ്ട് ഗുണിക്കണം? എക്സ് കൊണ്ട് ഗുണിക്കണം അല്ലെ. 35 ഇൻറ്റു എക്സ് 35x വരും അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 35x. അടുത്തത് മൈനസ് 24x ഇൻറ്റു എക്സ് മൈനസ് 24x സ്ക്വയർ വരും അല്ലെ. മൈനസ് 24x സ്ക്വയർ. അടുത്ത 4x സ്ക്വയർ ഇൻറ്റു എക്സ് 4x ക്യൂബ് വരും അല്ലെ. പ്ലസ് 4x ക്യൂബ്. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കേ. എക്സിന്റെ കൂടിയ പവർ ആദ്യം എഴുതണം അല്ലെ. അതായത് v of x ഈക്വൽ ടു v of x അല്ലെങ്കിൽ വോളിയം ഈക്വൽ ടു 4x ക്യൂബ് മൈനസ് 24x സ്ക്വയർ മൈനസ് 24x സ്ക്വയർ പ്ലസ് 35x. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. v of x അല്ലെങ്കിൽ വോളിയവും എക്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് v of 1/2 v of 1 and v of 1.5. v of 1/2 തുടങ്ങാം അല്ലെ. v of 1/2 v of 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 1/2 അല്ലെ. അതായത് ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ റിലേഷനിൽ എക്സ് എവിടെയുണ്ടോ അവിടെയല്ല ഏത് എഴുതിക്കോണം? 1/2 എഴുതിക്കോണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. v of 1/2 ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ക്യൂബ് എന്നാ അല്ലെ. അപ്പോൾ 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിക്കോണം? 1/2 അല്ലെ. 4 ഇൻറ്റു
1/2 ക്യൂബ് മൈനസ് 24 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ, അതായത് 24 ഇൻറ്റു 1/2 സ്ക്വയർ, 24 ഇൻറ്റു 1/2 സ്ക്വയർ പ്ലസ് അടുത്ത 35 ഇൻറ്റു എക്സ് ആണല്ലേ, അതായത് 35 ഇൻറ്റു 1/2, 35 ഇൻറ്റു 1/2. ഇതൊന്ന് സോൾവ് ചെയ്തേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ക്യൂബ് എത്രയാ, ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ക്യൂബ് കണ്ടുപിടിക്കണം അല്ലെ, അതായത് 4 ഇൻറ്റു ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിന്റെ ക്യൂബ് എത്രയാ, 1ന്റെ ക്യൂബ് 1 തന്നെ അല്ലെ, 1 ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബോ 2 2 4 2 8 8 മൈനസ് 24 ഇൻറ്റു 1/2 സ്ക്വയർ അല്ലേ, അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ 1/2 സ്ക്വയർ എത്രയാ, ഓരോന്നിന്റെ സ്ക്വയർ കാണണം അല്ലെ, 24 ഇൻറ്റു 1ന്റെ സ്ക്വയർ 1 തന്നെ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 2 2 4 അല്ലെ, 4 പ്ലസ് 35 ഇൻറ്റു 1/2 അല്ലെ, 35 ഇൻറ്റു 1/2. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 8 കൂടെ ക്യാൻസൽ ആയി പോകൂലേ, 4ഉം 8ഉം കൂടെ ക്യാൻസൽ ആയി പോയി, 8ന്റെ സ്ഥാനത്ത് എത്ര വരും, 2 വരും അല്ലെ, 8ൽ 4 2 പ്രാവശ്യം. അടുത്ത് 24 4 കൂടെ ക്യാൻസൽ ആയി പോകൂലേ, 24ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്, 6 പ്രാവശ്യം അല്ലെ, 6 പ്രാവശ്യം. അപ്പോൾ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയാലോ. ഇവിടെ എന്ത് വരും, 1/2 വരും അല്ലെ, 1/2 മൈനസ് ഇവിടെയോ 6 പ്ലസ് 35 ഡിവൈഡ് ബൈ 2 അല്ലെ, 35 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു. അടുത്തതിന് ഇത് എങ്ങനെ ചെയ്യുന്നേ, ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എല്ലാത്തിന്റെയും സെയിം ആക്കണം അല്ലെ. ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ് കിടക്കുന്നത്, അപ്പോൾ 6ന്റെ ഡിനോമിനേറ്റർ എത്ര ആക്കിയാൽ മതി, 2 ആക്കിയാൽ മതി അല്ലെ, അതായത് 1/2 മൈനസ് 6ന്റെ ഡിനോമിനേറ്റർ 2 ആക്കുക. നിലവിൽ 6ന്റെ ഡിനോമിനേറ്റർ എത്രയാ, 1 ആണ് അല്ലെ, 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഡിനോമിനേറ്റർ 2 ആവുള്ളൂ. അപ്പോൾ 6നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, അതായത് 12 ഡിവൈഡഡ് ബൈ 2 then plus 35 divided by 2, 35 divided by 2. ഡിനോമിനേറ്റർ ഇപ്പൊ എല്ലായിടത്തും സെയിം ആണ് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്റർ കോമൺ ആക്കി എഴുതുക, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി അല്ലെ. വി ഓഫ് 1/2 ഈക്വൽ ടു ഡിനോമിനേറ്റർ 2 തന്നെയാണ്, ന്യൂമറേറ്റർ 1 മൈനസ് 12 പ്ലസ് 35 എന്ന് വരും അല്ലെ. 1 മൈനസ് 12 മൈനസ് 11. അടുത്തത് പ്ലസ് 35 അപ്പൊ എത്ര വരും, മൈനസ് 11 പ്ലസ് 35, രണ്ടിനും 2 ചിഹ്നം അല്ലെ. അപ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. 35ഉം 11 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 24 ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 2. വലുത് 35 ആയതുകൊണ്ട് 24 പോസിറ്റീവ് ആവും അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 12. അതായത് വി ഓഫ് 1/2ന്റെ ആൻസർ എത്ര കിട്ടും, 12 കിട്ടും അല്ലെ. വി ഓഫ് 1/2 ഈക്വൽ ടു 12. അടുത്തത് വി ഓഫ് 1. വി ഓഫ് 1 അതായത് എക്സിന്റെ സ്ഥാനത്ത് ഏതാ എഴുതി കൊടുത്തിരിക്കുന്നത്, 1 ആണ് അല്ലെ, എക്സിന്റെ സ്ഥാനത്ത് 1 എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ ഇക്വേഷനിൽ എവിടെ എക്സ് വന്നാലും അവിടെ എന്ത് എഴുതിക്കോണം, 1 എഴുതിക്കോണം അല്ലെ. 4 ഇൻറ്റു എക്സ് ക്യൂബ്, അതായത് 4 ഇൻറ്റു 1 ക്യൂബ് അല്ലെ, 1 ക്യൂബ് മൈനസ് 24 ഇൻറ്റു എക്സ് സ്ക്വയർ. അത് നമുക്ക് എങ്ങനെ എഴുതണം, 24 ഇൻറ്റു 1 സ്ക്വയർ എന്ന് എഴുതണം അല്ലെ, 24 ഇൻറ്റു 1 സ്ക്വയർ. അടുത്തത് പ്ലസ് 35 എക്സ്, അതായത് പ്ലസ് 35 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 ക്യൂബ്. 1 ക്യൂബ് എത്രയാ, 1 തന്നെയാണല്ലോ, 1 ഇൻറ്റു 1 ഇൻറ്റു 1, അതായത് 1 തന്നെ അല്ലെ. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 1ഓ 4 തന്നെ അല്ലെ. 4 മൈനസ് 24 ഇൻറ്റു 1 സ്ക്വയർ, 24 ഇൻറ്റു 1 കിട്ടും അല്ലെ, അതായത് 24 തന്നെ. 24 പ്ലസ് 35 ഇൻറ്റു 1 35 അല്ലെ, 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 24 പ്ലസ് 35. നമുക്ക് എങ്ങനെ ചെയ്യാം, അതിന് ജസ്റ്റ് ഒരു എളുപ്പമാർഗം ഞാൻ പറയാം. പോസിറ്റീവ് എല്ലാം ആദ്യം എഴുതണം, നെഗറ്റീവ് എല്ലാം രണ്ടാമത് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ടെന്ന് നോക്കിക്കേ.
4 പോസിറ്റീവ് കിടപ്പുണ്ട് അല്ലേ? 4 പോസിറ്റീവ്. പിന്നെ 35 പോസിറ്റീവ് ഇവിടെയും കിടപ്പുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ട്? ഇത് എണ്ണി പറയാനല്ലാട്ടോ പറഞ്ഞത്. ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ട്? 4ഉം 35ഉം 39 പോസിറ്റീവ് ഉണ്ടല്ലോ, ശരിയല്ലേ? അതായത് 39 പോസിറ്റീവ്. രണ്ടാമതായിട്ട് ഏത് എഴുതിക്കോണം? നെഗറ്റീവ് എഴുതണം അല്ലെ? അതായത് ഇതിനകത്ത് ടോട്ടൽ എത്ര നെഗറ്റീവ് ഉണ്ട്? -24 നെഗറ്റീവ് അല്ലെ? ആദ്യം പോസിറ്റീവ് എഴുതി പിന്നെ നെഗറ്റീവ് എഴുതി കൊടുക്കുക. അപ്പൊ -24. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പം കിട്ടിയില്ലേ? 39 24 കുറയ്ക്കാൻ എല്ലാവർക്കും അറിയത്തില്ലേ? അതെത്രയാ? 39 - 24. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും അല്ലെ? 15. അതായത് V of 1 എത്രയാണ്? 15. അടുത്തത് V of 1.5. V of 1.5 that is equal to നമ്മുടെ V of x എന്തായിരുന്നു? 4x³ - 24x² + 35x. അതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ഏതായിട്ട് കൊടുക്കേണ്ടത്? 1.5 ഇട്ട് കൊടുക്കണം അല്ലെ? 1.5 ഇട്ട് കൊടുക്കണം. 1.5 ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? അല്ലെങ്കിൽ ഒരു മിശ്ര ഭിന്നമല്ലേ? അതിനെ എന്താക്കി മാറ്റണം? ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ? അങ്ങനെയാണെങ്കിൽ 1.5ന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഏതാ? അല്ലെങ്കിൽ വിഷമഭിന്നം ഏതാണ്? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 × 1 ചെയ്യണം, മുകളിലത്തെ ഈ 1 ആഡ് ചെയ്യണം അല്ലെ? 2 × 1 2 + 1 3 അല്ലെ? 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏതാണ്? 2 ആണ് അല്ലെ? 2. 3 ഡിവൈഡഡ് ബൈ 2. അതായത് 1.5ന് പകരം ഏത് എഴുതിയാൽ മതി? 3/2 എഴുതിയാൽ മതി അല്ലെ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതണം? 3/2 എഴുതണം അല്ലെ? 4 × x³ ആണല്ലേ? അതായത് 3/2ന്റെ ക്യൂബ്. 3/2ന്റെ ക്യൂബ് മൈനസ് 24 അല്ലെ? 24 × x² ആണ് അല്ലെ? അതായത് 3/2ന്റെ സ്ക്വയർ. 3/2 സ്ക്വയർ പ്ലസ് 35 × x അല്ലെ? 35 × എക്സിന്റെ സ്ഥാനത്ത് ഏതാണ്? 3/2. 3/2. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ആദ്യം ഈ പവേഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 × 3/2ന്റെ ക്യൂബ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററിന്റെയും ക്യൂബ് എടുക്കണം, ഡിനോമിനേറ്ററിന്റെയും ക്യൂബ് എടുക്കണം അല്ലെ? ന്യൂമറേറ്ററിന്റെ ക്യൂബ് എത്രയാ? 3³ അതായത് 3 × 3 × 3. 3 × 3 9 × 3 27 അല്ലെ? 27 ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബോ? 2 × 2 4 × 2 8. 8 മൈനസ് 24 × 3² ഡിവൈഡഡ് ബൈ 2² അല്ലെ? 3² 3 × 3 9. 9 ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 2 × 2 4 അല്ലെ? 4 പ്ലസ് 35 × 3/2. 35 × 3/2. അടുത്തത് ക്യാൻസൽ ആകത്തില്ലേ? 8 4 ക്യാൻസൽ ആകും അല്ലെ? അപ്പോൾ 8 4 ക്യാൻസൽ ആയി. 8ന്റെ സ്ഥാനത്ത് എത്രയുണ്ട്? 2 അല്ലെ? അതായത് 8ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം അല്ലെ? അടുത്തത് 24ഉം 4ഉം കൂടെ ക്യാൻസൽ ആകത്തില്ലേ? 24ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 6 ടൈംസ് അല്ലെ? 6 4ഉം ക്യാൻസൽ ആകും അല്ലെ? അടുത്തത് 35 × 3/2. അതിനകത്ത് ക്യാൻസൽ ആകാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇറക്കട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കേ. ഇവിടെ എന്തുണ്ട് ബാക്കി? 27 ഡിവൈഡ് ബൈ 2 ഉണ്ട് അല്ലെ? 27 ഡിവൈഡഡ് ബൈ 2. ദെൻ മൈനസ് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 6 ഉണ്ട് 9 ഉണ്ട് അല്ലെ? അത് മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ? അപ്പോൾ 6 × 9 54 അല്ലെ? 54. ദെൻ പ്ലസ് ഇതൊന്ന് ചെയ്തേ. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 35ന്റെ ഡിനോമിനേറ്റർ എത്രയാ? അത് 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ന്യൂമറേറ്റർ 35 × 3. 35 × 3. 3 × 5 15. അതിന് 5. 3 × 3 9 + 1 10 അല്ലെ? 105 എന്ന് കിട്ടും. 105 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 1 × 2 2 തന്നെ. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കണം അല്ലെ? ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ ഡിനോമിനേറ്റർ 2 ആണ്. 54ന്റെ ഡിനോമിനേറ്റർ എത്രയാ? അത് 1 ആണ് അല്ലെ? ഏതൊരു സംഖ്യയുടെയും ഡിനോമിനേറ്റർ 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 54ന്റെ ഡിനോമിനേറ്റർ 2 ആക്കിയാൽ പോരെ? ബാക്കിയെല്ലാം അതേപോലെ തന്നെ അല്ലെ? അതായത് V of 1 and 1/2 that is equal to 27 divided by 2 അല്ലെ? 27 divided by 2. അതിന്റെ ഡിനോമിനേറ്റർ 2 തന്നെ ആയതുകൊണ്ട് അത് മാറ്റണ്ട. അടുത്തത് മൈനസ് 54 ഡിവൈഡ് ബൈ 1 അല്ലെ? അതായത് 1 2 ആക്കണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി?
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അതായത് 54നെ ഏതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് 54 into 2, 54 into 2, 2 into 4 8, 2 into 5 10 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 108 കിട്ടി. 108 ഡിവൈഡഡ് ബൈ 1 into 2 2 അല്ലേ? 2 പ്ലസ് 105 ഡിവൈഡ് ബൈ 2, അതിന്റെ ഡിനോമിനേറ്റർ 2 തന്നെയാണല്ലോ, അതുകൊണ്ട് അത് മാറ്റണ്ട അല്ലേ? 105 ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ എത്രയായി? 2 ആയി അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 2 തന്നെ ആക്കി എഴുതി ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ എത്ര തന്നെയാണ്? 2 തന്നെ അല്ലേ? ന്യൂമറേറ്റർ എല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്തേ. 27 മൈനസ് 108 പ്ലസ് 105. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ടെന്ന് നോക്കുക, അതിനുശേഷം എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് ചെയ്താലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര പോസിറ്റീവ് ഉണ്ട്? 27 പോസിറ്റീവാ അല്ലേ? പിന്നെ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് 105 പോസിറ്റീവാ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ടെന്ന് നമുക്ക് എഴുതാം. അതായത് 105 പ്ലസ് 27. 7 5 12 2 ശിഷ്ടം 1, 2 1 3 1 എത്ര കിട്ടി? 132 അല്ലേ? ഇപ്പൊ ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ട്? 132 പോസിറ്റീവ് ഉണ്ട് അല്ലേ? ദെൻ എത്ര നെഗറ്റീവ് ഉണ്ട്? ഇവിടെ 108 മാത്രമല്ല നെഗറ്റീവ് ഉള്ളൂ. അപ്പൊ എത്ര നെഗറ്റീവ് ഉണ്ട്? മൈനസ് 108 അല്ലെ? 108 നെഗറ്റീവ് ഉണ്ട് ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? 132 മൈനസ് 108 എത്ര കിട്ടും? 132 മൈനസ് 108. 12 8 പോയിട്ടുണ്ടെങ്കിൽ 4 അല്ലെ? ബാക്കി ഇവിടെ 2 അല്ലേ ഉള്ളൂ. 2 മൈനസ് 0 2, 1 മൈനസ് 1 0 എത്ര കിട്ടും? 24 അല്ലെ? 132 മൈനസ് 108 എത്ര കിട്ടി? 24 കിട്ടി അല്ലെ? 24 ഡിവൈഡഡ് ബൈ 2 കൂടെ ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 2 12 കിട്ടും അല്ലെ? 12. അതായത് വി ഓഫ് 1.5 നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലാ ആൻസറും ഒന്ന് എടുത്ത് എഴുതിയാലോ? ആദ്യത്തേത് വി ഓഫ് 1/2, വി ഓഫ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു അത് എത്രയായിരുന്നു കിട്ടിയത്? 12 അല്ലെ? വോളിയം അല്ലേ, അത് കാരണം സെന്റിമീറ്റർ ക്യൂബ്. അടുത്തത് വി ഓഫ് 1, വി ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് 1 എത്ര കിട്ടിയത്? 15 അല്ലെ? 15 സെന്റിമീറ്റർ ക്യൂബ്. അടുത്ത ഇപ്പൊ ചെയ്തത് എത്രയാണ്? വി ഓഫ് 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12 അല്ലെ? 12 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് 3 വാല്യൂസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Consider all rectangles that can made with a rope of 1 meter. Denote the length of one side as x centimeters and the area enclosed by the rope as a of x centimeters. 1 മീറ്റർ നീളമുള്ള കയർ കൊണ്ട് ഉണ്ടാക്കാവുന്ന ചതുരങ്ങളുടെ ഒരു വശത്തിന്റെ നീളം x സെന്റിമീറ്റർ എന്നും ചതുരത്തിനകത്തെ പരപ്പളവ് a of x ചതുരശ്ര സെന്റിമീറ്റർ എന്നും എടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, write the relation between x and a of x as an equation. x ഉം a of x ഉം തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ എഴുതേണ്ടത്? x ഉം a of x ഉം. അതായത് ഒരു റെക്ടാംഗിൾ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ a of x അല്ലെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ എന്നാ? റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഏരിയ ഈക്വൽ ടു LB ആണല്ലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓരോ സൈഡിന്റെയും ലെങ്ത് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ? ഇവിടെ ഏരിയ എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? a of x ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ a of x ഈക്വൽ ടു ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിനോട്ട് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ആസ് x സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിട്ട് എടുക്കണം? x ആയിട്ട് എടുക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഞാൻ x ആയിട്ട് എടുത്തു, x. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? എന്ത് വെച്ചാ റെക്ടാംഗിൾ ഉണ്ടാക്കുന്നത്? 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് വെച്ചാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു റോപ്പിന്റെ നീളം എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ ഈ 1 മീറ്റർ നീളം ഞാൻ ഇങ്ങനെ വളച്ച് എന്തുണ്ടാക്കി? റെക്ടാംഗിൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കുമല്ലോ. കാരണം എന്നാ? 1 മീറ്റർ റോപ്പാണ് നമ്മൾ മടക്കി എന്തുണ്ടാക്കുന്നത്? റെക്ടാംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബൗണ്ടറിയുടെ അല്ലെങ്കിൽ ഈ ചുറ്റുമുള്ള
ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? 1 മീറ്റർ അല്ലേ? അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് ലെങ്ത് ഞാൻ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? എക്സ് സെന്റിമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ റോപ്പ് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 100 സെന്റിമീറ്റർ അല്ലേ? 1 മീറ്റർ 100 സെന്റിമീറ്റർ. അതായത് ഈ ടോട്ടൽ ലെങ്ത് 100 സെന്റിമീറ്റർ ആണ് അല്ലേ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയൊക്കെ കൂടുന്നതാ? 2 ലെങ്തുകളും 2 ബ്രെഡ്ത്തുകളും കൂടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്തും ഒരു ബ്രെഡ്ത്തും മാത്രം എത്രയായിരിക്കും? അത് ആ റെക്ടാങ്കിളിന്റെ പകുതിയല്ലേ ആയുള്ളൂ? അതായത് 100ന്റെ പകുതി അല്ലേ? 50 ആയിരിക്കും. അപ്പോൾ ലെങ്ത് എക്സ് ആണെങ്കിൽ ബാക്കി വരുന്നത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 50ന്റെ ബാക്കി. ലെങ്ത് എത്രയായിട്ട് എടുത്തിട്ടുണ്ട്? എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 50ന്റെ ബാക്കി എത്രയായിരിക്കും? 50 മൈനസ് എക്സ്. അതായത് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 50 മൈനസ് എക്സ്. ബ്രെഡ്ത്ത് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് എക്സ്. ഇനി ഏരിയ കണ്ടുപിടിക്കാലോ. ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയല്ലേ? ലെങ്തിന്റെ ബ്രെഡ്ത്ത് അതായത് എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 50 മൈനസ് എക്സ് അല്ലേ? ഇൻറ്റു 50 മൈനസ് എക്സ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എക്സ് ഇൻറ്റു 50 50 എക്സ് അല്ലേ? 50 എക്സ്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ? സോ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കേ. എ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 50 എക്സ് അല്ലേ? 50 എക്സ്. എക്സ് സ്ക്വയറിന്റെ ചിഹ്നമാണ് ഈ മൈനസ് അല്ലേ? അതുകൊണ്ട് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 50 എക്സ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൈ ആർ എ ഓഫ് 10 ആൻഡ് എ ഓഫ് 40 as സെയിം നമ്പേഴ്സ്? എ ഓഫ് 10ഉം എ ഓഫ് 40യും സെയിം നമ്പർ കിട്ടാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടും ഒന്ന് കണ്ടുപിടിച്ചാലോ. എ ഓഫ് 10 ആദ്യം കണ്ടുപിടിക്കാം അല്ലെ? എ ഓഫ് 10 അതായത് ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 10 കൊടുക്കണം അല്ലെ? സോ മൈനസ് 10 സ്ക്വയർ പ്ലസ് 50 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ എത്രയാ? 100 അല്ലെ? സോ മൈനസ് 100 പ്ലസ് 50 ഇൻറ്റു 10 500 കിട്ടും അല്ലെ? 500 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇതെങ്ങനെ ചെയ്യുന്നത്? പോസിറ്റീവ് ആദ്യം എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പ്ലസ് 500 ആദ്യം എഴുതണം. 500 മൈനസ് 100. 500 മൈനസ് 100 എത്രയാണ്? 400 അല്ലെ? 400. അതായത് എ ഓഫ് 10 എത്രയാണ്? 400 ആണ് കിട്ടിയത്. അടുത്ത ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? എ ഓഫ് 40 കണ്ടുപിടിക്കണം അല്ലെ? എ ഓഫ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിക്കോണം? 40 എഴുതിക്കോണം അല്ലെ? സോ മൈനസ് 40 സ്ക്വയർ പ്ലസ് 50 ഇൻറ്റു 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 40യുടെ സ്ക്വയർ എത്രയാ? 40 ഇൻറ്റു 40 1600 അല്ലെ? സോ മൈനസ് 1600 പ്ലസ് 50 ഇൻറ്റു 40 5 ഇൻറ്റു 4 20 അല്ലെ? അതായത് 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആദ്യം എഴുതിക്കേ. 2000 മൈനസ് 1600 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 നിന്ന് 1600 കുറച്ച് എത്ര കിട്ടും? 400 കിട്ടും അല്ലെ? 400. അതായത് എ ഓഫ് 10ഉം എ ഓഫ് 40യും 400 തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിനുള്ള കാരണമല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അതിനായിരിക്കും അങ്ങനെ വന്നേ. നമ്മുടെ ലെങ്ത് ഏതായിട്ട് എടുത്തത്? എക്സ് ആയിട്ടല്ലേ എടുത്തത്. ഇവിടെ ഞാൻ എക്സ് 10 ആയിട്ട് എടുത്തു. ആദ്യം ഞാൻ എക്സ് 10 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് ഈക്വൽ ടു എക്സ് എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ലെങ്ത് ഈക്വൽ ടു എക്സ് ഏതായിട്ട് എടുത്തിരിക്കുന്നത്? 10 അല്ലെ? 10. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ബി 50 മൈനസ് എക്സ് അല്ലേ? എക്സ് 10 ആയിട്ട് എടുക്കുവാണെങ്കിൽ 50 മൈനസ് 10 അതായത് 40. ഇനി ഞാൻ നേരെ തിരിച്ച് എക്സിന് 40 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അതായത് ലെങ്ത് എത്രയായിട്ട് വരും അന്നേരം? ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ആയിട്ട് വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിട്ട് വരും? 50 മൈനസ് 40 അതായത് 10 അല്ലെ? ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇനി നോക്കിക്കേ, എ ഓഫ് 10 അല്ലെങ്കിൽ എ ഓഫ് 40 എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ആണ് അല്ലെ? അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ പോവാ.
അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അതായത് 10 × 40 വരും അല്ലേ? അത് 400 ആണ്. ഇനി ഇവിടെ നിന്ന് ഏരിയ കണ്ടുപിടിച്ചേ. അവിടെയും അത് തന്നെയല്ലേ? 40 × 10 ആണ് അല്ലേ? 40 × 10 എത്ര തന്നെയാണ്? 400. അതായത് ലെങ്ത് 10 ആയിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് ഏതായിട്ട് വരും? 40 ആയിട്ട് വരും അല്ലേ? അപ്പോൾ നമ്മുടെ സൈഡുകൾ 10ഉം 40ഉം. ലെങ്ത് 40 ആയിട്ട് എടുത്താലോ ബ്രെഡ്ത്ത് നേരെ തിരിച്ച് 10 ആയിട്ട് വരും. അതായത് നമ്മുടെ സൈഡുകൾ ഏതൊക്കെ തന്നെയാണ്? ആ 10ഉം 40ഉം തന്നെയല്ലേ? അതായത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വാല്യൂസ് രണ്ട് സെയിം ആണ്. അത് കാരണമാണ് എന്ത് കിട്ടുന്നത്? A of 10ഉം A of 40ഉം സെയിം ആയിട്ട് കിട്ടുന്നത് അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? L = 10 ആയിട്ടുണ്ടെങ്കിൽ B = 40 കിട്ടും അല്ലേ? അതായത് if L = 10 then B = 40. അതുപോലെ തന്നെ L 40 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ if L = 40 then B = 10. ഇവിടെ രണ്ട് കേസിലും ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? LB ആണ് അല്ലേ? അതായത് 10 × 40 ആണ്. In both case area A of x that is equal to length into breadth അല്ലേ? LB that is equal to 10 × 40 അല്ലേ? 10 × 40 that is equal to രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? 40 × 10 അല്ലേ? 40 × 10 that is equal to എത്ര കിട്ടും? 400 കിട്ടും അല്ലേ? 400. അതായത് രണ്ട് കേസിലും ഏത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്? 10 × 40 തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റത്തെ to get the same number as A of x when x is taken as two different numbers, what should be the relation between the numbers? x ആയി രണ്ട് വ്യത്യസ്ത സംഖ്യകൾ എടുക്കുമ്പോൾ A of x ആയി ഒരേ സംഖ്യ കിട്ടാൻ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ആ ബന്ധം കിട്ടുമല്ലോ. എന്താ ബന്ധം ഒന്ന് പറഞ്ഞേ. എപ്പോഴേക്കും നമുക്ക് സെയിം നമ്പർ കിട്ടിയത് A of x? ലെങ്ത് 10ഉം ബ്രെഡ്ത്ത് 40 ആയിട്ട് എടുത്തു അല്ലേ? രണ്ടാമത്തെ കേസിലോ ലെങ്ത് 40ഉം ബ്രെഡ്ത്ത് 10ഉം ആയിട്ട് എടുത്തു. അപ്പോൾ ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താ? എക്സിന്റെ ഏതൊക്കെ വാല്യൂസിനാണ് സെയിം ഏരിയ കിട്ടുന്നത്? ഈ ലെങ്ത് അല്ലായിരുന്നു നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്നാ? 10ഉം 40ഉം ആണ് അല്ലേ? അതായത് 10 + 40 that is equal to 50. അതായത് രണ്ട് സെയിം വാല്യൂ കിട്ടുന്ന A of xന് സെയിം വാല്യൂ കിട്ടുന്ന എക്സുകൾ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടണം അല്ലേ? അതായത് നമുക്ക് എന്ത് പറയാം? കൂട്ടിയാൽ 50 കിട്ടുന്ന ഏത് രണ്ട് സംഖ്യകൾ എക്സ് ആയിട്ട് എടുത്താലും അതിന്റെ A of x അല്ലെങ്കിൽ ഏരിയ എത്രയായിട്ട് കിട്ടും? സെയിം ആയിട്ട് കിട്ടും അല്ലേ? അതായത് നമുക്ക് എങ്ങനെ എഴുതാം? if the sum of two numbers is 50 then A of x become same. എക്സ് ആയിട്ട് എടുക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ സം എത്രയായിരിക്കണം? 50 ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ A of x സെയിം ആയിരിക്കും.